ഹലോ ഫ്രണ്ട്സ്, ഞാൻ പാർട്ട് 1 ആയിട്ട് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സ്റ്റിച്ചിങ് വളരെ ഈസി ആയിട്ട് ആർക്കും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ലൈനിങ് തുണി എടുക്കുകയാണ്. ഈ ലൈനിങ് തുണിയുടെ നല്ല വശം നമ്മൾ ലൈനിങ്ങിനോട് ചേർത്ത് ഇങ്ങനെ വയ്ക്കും. കണ്ടോ, നല്ല വശം ലൈനിങ്ങിനോട് ചേർത്താണ് വയ്ക്കണേ. എന്നിട്ട് നമ്മൾ ചീത്ത വശത്താണ് നമ്മളൊരു ചെറുതായിട്ട് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ആ സെയിം ഷേപ്പ് ചോക്കും കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ലൈനിക്കടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോണേ. ആ മിഡിലിൽ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റിൽ സൂചി കുത്തി നിർത്തി വീണ്ടും ആ പോയിന്റിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. കുത്തി നിർത്തി ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മളൊരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുകയാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം, ആ ഷേപ്പ് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി കെയർഫുള്ളായിട്ട് പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി ഈ എക്സസ് ആയിട്ട് നിൽക്കണ തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനാണ് ഇങ്ങനെ ലൈനിങ് തുണിയോട് കൂടി പൈപ്പിങ്ങും സെറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല, എന്നാൽ നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്യാൻ വേണം. ഇവിടെ ഒരു കുനിപ്പുണ്ടല്ലോ, അതൊക്കെ നല്ല ഡീപ്പായിട്ട് തന്നെ കത്രിക കൊണ്ട് കട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് ആ ഷേപ്പ് കിട്ടുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് നമ്മളിതേ കുരുകുരാന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലേ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണേ. ഇനി നമ്മളത് മറയ്ക്കുകയാണ്. അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മറയ്ക്കും. അത് കഴിഞ്ഞിട്ട് മറയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട, ഒരു ഇത്തിരി പൈപ്പിംഗ് പോലെ ആ തുണി വരാൻ രീതിക്ക് വേണം. കാരണം ഞാനിത് മാച്ച് ചെയ്യാനായിട്ട് നീലയുടെ കൂടെ പിങ്ക് പൈപ്പിംഗ് എന്ന രീതിയിലാണ് ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് ഈ മിഡിലെ പാർട്ട് വേറെ കളർ, ഇപ്പോൾ പിങ്ക് വേറെ തുണി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിഡിലിൽ വെക്കാഞ്ഞേ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ചും ചെയ്യാം. എന്നിട്ട് ആ മോളി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പൈപ്പിംഗ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ നീലയുടെ കൂടെ പിങ്ക് ഒരു പൈപ്പിങ്ങും കിട്ടി, എന്ന് വെച്ചാൽ ലൈനിങ്ങും ഉണ്ട്. പെട്ടെന്ന് കീറിയൊന്നും പോവില്ല ഇങ്ങനെ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് ഈ തുണി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നൂല് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ബാക്കി നിൽക്കണ ഈ തുണിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ എക്സസ് ലൈനിങ്ങിൻ്റെ പാട്ടുണ്ടല്ലോ, നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നമ്മൾ 2 പീസ് വയ്ക്കുമല്ലോ 2 സൈഡിലായിട്ട്, അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അതിൻ്റെ ഈ ചോക്കും കൊണ്ട് വരച്ച ഭാഗത്താണ് നമുക്ക് പൈപ്പിംഗ് വേണ്ടത്. അതാണ് ആ നെക്കിൻ്റെ 2 സൈഡിലും വരിക. അപ്പം അങ്ങനെ ചോക്കും കൊണ്ട് വരച്ച ഭാഗത്ത് നമ്മളൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എക്സസ് ഉള്ള പാർട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുരുകുരാന്ന് ഷേപ്പ് കട്ട് ചെയ്തു. ഈ പോയിന്റിലൊക്കെ നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ഷേപ്പ് വൃത്തിക്ക് കിട്ടുള്ളൂ. നമ്മൾ ഓരോരോ കട്ട് കൊടുത്തേക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുക, എന്നിട്ട് തിരിക്കുക. തിരിച്ചതിന് ശേഷം കുറച്ച് ലൈനിങ്ങിൻ്റെ തുണി പൈപ്പിംഗ് പോലെ വരാൻ രീതിക്ക് നമ്മൾ വയ്ക്കുക. ആ സെൻറ്ററിൽ ഞാൻ ഇപ്പം ഫിംഗേഴ്സും കൊണ്ട് ചെയ്തത് ആ ഷേപ്പ് കിട്ടാനാട്ടോ. ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ കുനിപ്പ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ടോപ്പിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക, നീറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ പാർട്ട് 1 സ്റ്റിച്ചിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാട്ടി തന്നിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് കവർ ചെയ്ത് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചിലർക്കൊക്കെ നൈറ്റി പെട്ടെന്ന് തുന്നൽ വിടുക അല്ലെങ്കിൽ ഓട്ടയാവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ബലം കിട്ടുമല്ലോ. സോ നമുക്ക് പൈപ്പിങ്ങും ആയി വിത്ത് ലൈനിങ്ങും ആയി. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ റെഡിമെയ്ഡ് പൈപ്പിങ്ങൊക്കെ ഇപ്പോൾ കിട്ടുന്നതാണ്, അത് വെച്ച് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സ് തന്നെയാണ്. സോ നമ്മൾ ടോപ്പിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്.
കണ്ടപ്പോൾ നീറ്റായിട്ട് കിട്ടി. ഞാൻ ഈ എക്സസ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് 2 ഭാഗവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ചോക്കും കൊണ്ട് വരച്ചു കൊടുക്കുകയാണ് അടിയിലും മുകളിലും. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യും. എന്നിട്ട് ടോപ്പിക്കട സ്റ്റിച്ച് ചെയ്യണേ. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ കുത്തി നിർത്തി വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുക്കണം കേട്ടോ. നമ്മളെപ്പോഴും 2 സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് വിട്ടൊന്നും പോവില്ല. സോ നമ്മൾ ഇവിടെ കുത്തി നിർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ അടുത്ത പോർഷനും ഈ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കുക കേട്ടോ. ആ സൈഡും നമുക്ക് ഈ ഡിഫറെൻറ്റ് സൈസിൽ തന്നെ ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ ഈ നൈറ്റി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഇത് ചെയ്തെടുക്കാം. സോ ഒരു ഡബിൾ സ്റ്റിച്ചും കൂടിയും കൊടുത്തു. സോ നമുക്ക് നല്ല നീറ്റായിട്ട് ഫ്രണ്ട് പോർഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതാണ് ബാക്ക് പോർഷൻ നമ്മൾ എടുത്തത്. അതിങ്ങനെ 2 ഹാഫായിട്ട് മടക്കും. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ട് ഹാഫാക്കി മടക്കി ഈ നെക്കിൻ്റെ വിഡ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നിന്നൊരു 1/4 ഇഞ്ച് നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡെപ്ത്ത് 3 3.5 നമ്മുടെ ചോയ്സ് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തേ. എന്നിട്ട് നമ്മൾ വരച്ച ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സോ നമ്മൾ കട്ട് ചെയ്തെടുത്തു. സോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു സ്ക്വയർ ഷേപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്തൊരു തുണി അതെടുക്കുകയാണ്. എന്നിട്ട് ഡയഗണലായിട്ട് ഒരു സ്കെയിലിൻ്റെ വലുപ്പത്തിൽ മാർക്ക് ചെയ്യാണ്. ഒരു ഇഞ്ചൊക്കെ ഒരു ഇഞ്ചൊക്കെ വരും കേട്ടോ. അങ്ങനെ 2 ലൈൻസ് നമുക്ക് വേണം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വരയ്ക്കും. ഇത് ക്രോസ് പീസായിട്ട് ബാക്ക് നെക്കിന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തു. നന്നായി സ്ട്രെച്ചബിളാണ്. എന്നിട്ട് തിരിച്ചു വയ്ക്കും. കണ്ടോ, ഒരെണ്ണം തിരിച്ചു വയ്ക്കും മുകളിൽ. എന്നിട്ട് 90 ഡിഗ്രി ആംഗിളിൽ സ്റ്റിച്ച് ചെയ്യും. കണ്ടോ, നമുക്കപ്പോൾ ഒരു ലെങ്ത്തായിട്ട് കിട്ടി. ഒന്നുകൂടിയും പറയാം. ചീത്ത വശം 90 ഡിഗ്രിയിൽ അതിൻ്റെ മുകളിൽ വയ്ക്കും. 90. എന്നിട്ട് 45 ഇങ്ങനെ ചിരിച്ചത് ആ ചോക്കും കൊണ്ട് വരയ്ക്കണ ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാട്ടിത്തരാം, നോക്കൂ. ഇങ്ങനെ ചീത്ത വശം അതിൻ്റെ മുകളിൽ 90 ഡിഗ്രിയിൽ വെച്ചു. കണ്ടോ, ഈ ചോക്കും കൊണ്ട് വരയ്ക്കണ പോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക 45 ആംഗിളിൽ കേട്ടോ. ആ ചോക്കും കൊണ്ട് ഞാൻ ഇപ്പോൾ വരച്ചില്ലേ, ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തു. കണ്ടോ, നോക്കിയേ, തിരിച്ച് വെക്കുമ്പോൾ ഒരു നല്ല ലെങ്ത്തുള്ള പീസ് കിട്ടി. എന്നിട്ട് ടോപ്പിക്കടെ ഞാനൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് എക്സസൈസായിട്ട് നിൽക്കണ ആ പാർട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ കണ്ടില്ല, നല്ല ഇലാസ്റ്റിക്കായിട്ട് നമുക്ക് ഒരു ക്രോസ് പീസ് കിട്ടി. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ ഈ നെക്കിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുത്തി നിർത്തി നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യാണ്. ആ കുനിപ്പിൻ്റെ അവിടെ നന്നായി കുത്തി നിർത്തിയിട്ട് വേണം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. ഞാനൊരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുകയാണ്. നമ്മൾ ആ എൻഡ് വരെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ കുനിപ്പിലൊക്കെ നമ്മൾ ഡീപ്പായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ പെർഫെക്റ്റ് ആ സ്ക്വയറിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് ജസ്റ്റ് ആ ടോപ്പിക്കടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉള്ളോട്ട് മടക്കി ആ ടോപ്പിക്കടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്യാനുള്ള എളുപ്പത്തിൽ ചെയ്യേണ്ട കേട്ടോ. കുത്തി നിർത്തി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാണ്. സോ നമ്മുടെ കഴിഞ്ഞു നൂല് കട്ട് ചെയ്ത്. ഇനി നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. കണ്ടോ,
അപ്പോൾ നമുക്ക് ബാക്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സോ ഇതിൽ കാണുന്ന പോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് ആ അറ്റം വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ട് വരുന്ന പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ, ഇതുപോലെ. സോ നമുക്ക് ബാക്ക് പോർഷൻ വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനും ബാക്കും ഇങ്ങനെ വെച്ചിട്ട് അടിഭാഗം എക്സസ് ആയിട്ട് നിൽക്കണ ഈ അടിഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയും. അതിനുശേഷം നമുക്കിനി ഷോൾഡർ ചേർത്ത് വെച്ച് തയ്ക്കാം കേട്ടോ. നല്ല വശവും ചേർത്ത് വയ്ക്കും, കണ്ടോ. അതിനുശേഷം ഒന്ന് തയ്ച്ചു കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശവും വെച്ചിട്ട് ചീത്ത ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. 2 അടിപ്പ് നമ്മൾ അടിച്ചിട്ടുണ്ട്. 2 3 നിങ്ങൾക്ക് അടിക്കാം കേട്ടോ. ഞാൻ 3 വട്ടം അടിക്കുന്നുണ്ട്, കാരണം ഷോൾഡറൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണതല്ലേ, വളരെ നീറ്റായിട്ട് ഫേമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ. അതുപോലെ തന്നെ ആ സൈഡും മറ്റേ സൈഡും നമ്മൾ ചെയ്യാണ്. വളരെ സിമ്പിളാട്ടോ, ആർക്കായാലും. നമുക്ക് ഈ മെഷർമെൻറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ എന്താ പറയുക പറ്റില്ല എന്നൊക്കെ. വളരെ സിമ്പിളാണ് കേട്ടോ. സോ നമുക്ക് നീറ്റായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ കൈ വയ്ക്കുകയാണ് ചെയ്യണേ. സോ നമ്മൾ വെട്ടി വെച്ചേക്കണ കൈ എടുത്തു. ഞാൻ തുമ്പൊന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ, മടക്കി അടിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് അത്രയും ലെങ്ത്ത് മതി. അതിനുശേഷം സെൻറ്ററിൽ ഒരു കട്ട് കൊടുത്തു, കണ്ടോ. അപ്പോൾ അതിൻ്റെ തുണിയുടെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത പാർട്ടിൽ ഈ സെൻറ്റർ നമ്മൾ വയ്ക്കും, കണ്ടില്ലേ. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ ടോപ്പിക്കടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടിനെ സെൻറ്റർ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാട്ടോ ചെയ്യുക. അതിനാണ് നമ്മൾ ആ കട്ട് കൊടുത്തിരിക്കണേ. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 2 വട്ടം അടിക്കുന്നുണ്ട്. സോ നമുക്ക് വളരെ നീറ്റായിട്ട് കിട്ടി. ഇതുപോലെ തന്നെ 2 സൈഡും നമ്മൾ ചെയ്തെടുത്തു. ഇനി അടുത്തത് നമ്മൾ ഫ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഹാഫായി മടക്കി ഒരെണ്ണം അതിൻ്റെ ഫ്രണ്ടിലെ പീസ് എടുത്ത് ഹാഫായി മടക്കി, നിങ്ങൾക്ക് കാണാമല്ലോ ഫിഗറിൽ കാട്ടിയിരിക്കണ പോലെ. എന്നിട്ട് ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അവിടെ ഒരു മാർക്ക് ചെയ്തു, സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ആ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് അതിൻ്റെ സെൻറ്റർ ഏതോ നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ സെൻറ്ററിലൊരു കട്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്ട്ലി സെൻറ്റർ നമുക്ക് കിട്ടി. അവിടെ ഞാൻ ചോക്കും കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ആ ഡിസൈനിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു, കണ്ടില്ലേ. ഇതേ സെയിം തന്നെ നമ്മൾ ആ സൈഡിലും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ എടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യണ പോലെ നോക്കട്ടോ, ആ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്തു. ആ ഒരു കുനിപ്പിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു, മുകളിൽ മാർക്ക് ചെയ്തു, സെൻറ്ററിൽ മാർക്ക് ചെയ്തു. കണ്ടോ 3 മാർക്കിങ് കണ്ടില്ലേ. ഞാൻ വെച്ചേക്കണ പോലെ നിങ്ങൾ നോക്കിയേ, ഇത് 2 സെൻറ്റർ തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി ആ നടുക്ക് എക്സ്ട്രാ കിടക്കണ്ടല്ലോ, അവിടെയാണ് ഫ്ലീറ്റ്സ് ഇടുക. ഈ പൈപ്പിങ്ങിൻ്റെ അവിടെ വരെ നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞ് ആ സെൻറ്റർ വരെ 2ൻ്റെ സെൻറ്റർ ജോയിൻ ചെയ്ത് പിടിക്കും. ആ നടുക്കിലുള്ള പോർഷൻ ഫ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കും. സെയിം തന്നെ ആ സൈഡിലും ചെയ്യുക. കണ്ടോ 2 മാർക്കിങ് കൊടുക്കുക. നിങ്ങളും ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തോട്ടോ. ഫ്ലീറ്റ് വരെ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യും, എന്നിട്ട് സെൻറ്റർ വരെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നല്ല പോർഷൻ വെച്ചിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യുക. എന്നാലേ മറയ്ക്കുമ്പോൾ നമുക്ക് ആ നല്ല പാട്ട് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മെഷീനിൽ എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. ഞാൻ ഒന്ന് ഡാർക്കായിട്ട് വരച്ചു കൊടുത്തു. ആ പൈപ്പിംഗ് വരെ ആട്ടോ നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ തുണിക്ക് അനുസരിച്ച് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കുത്തി നിർത്തി ആ പൈപ്പിംഗ് വരെ നോർമലായിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ടിട്ട് പോവാം കേട്ടോ. അതിനു മുമ്പ് നമ്മൾ ഇതേ കണ്ട സെൻറ്റർ മാർക്ക് ചെയ്തു തുണിയുടെ, ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ അവിടെ 2ഉം കൂടി വെച്ചു.
എന്നിട്ട് ഞാനൊരു പിൻ വെച്ച് സെക്യൂർ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈ തുണിയാണ് ഫ്ലീറ്റ്സ് ആയിട്ട് അതിൽ അടിച്ചു കൊടുക്കണ്ടേ, കണ്ടോ? ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണാലോ, ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണോ? അങ്ങനെ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് ആ സെൻറ്റർ വരെ അടിച്ചു കൊടുക്കും. സ്ലോ ആയിട്ട് ചെയ്താൽ മതി. സോ നമ്മൾ സെൻറ്റർ വരെ എത്തി. സോ നീറ്റായിട്ട് നല്ല ഫ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റേലും മാർക്ക് ചെയ്യും. ഇങ്ങനെ പിടിച്ചു ഈ പൈപ്പിംഗ് വരെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുക തുണി. ആ മാർക്ക് ചെയ്ത് അവിടെയും വരെ നമുക്ക് ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് പോകണം കേട്ടോ. കാര്യം പറയാൻ വിട്ടുപോയിരുന്നു, കൈയുടെ അവിടെ നമ്മൾ എക്സസ് ആയിട്ട് ഒരു കുറച്ച് തുണി വന്നു, അത് ഞാൻ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പൈപ്പിംഗ് വരെ ഫ്ലീറ്റ്സ് ഇടുകയാണ്. അതിന് ശേഷം നോർമലായിട്ട് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ടോപ്പിൽ കൂടെ കൊടുക്കുകയാണ്. 1 or 2 സ്റ്റിച്ച് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ, കാരണം ആ ഫ്ലീറ്റ്സ് വിട്ടു പോകാണ്ടിരിക്കാൻ. സോ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ ഞാൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഫ്ലീറ്റ്സ് നമ്മളിതേ കണ്ടോ, ബാക്കിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡ് കേട്ടോ. സോ നമുക്ക് നീറ്റായിട്ട് ഫ്ലീറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി തുണി തിരിച്ചിട്ടിട്ട് ഞാൻ സൈഡ് ജോയിൻ ചെയ്യുക, അതാണ് ലാസ്റ്റ്. ഇത്രയും സിമ്പിളാണ് നമുക്ക് ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ്. ഞാൻ ചോക്ക് കൊണ്ട് വരച്ച പോലെ ഒന്ന് വരച്ചിട്ട് അതിൽ കൂടെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളാട്ടോ, ആർക്കും വളരെ ഈസി ആയിട്ട് ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അടിയിലൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്, നിങ്ങളുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. സോ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കണം.